എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വേദ ഡൽഹിയിലുണ്ടെന്ന് ദർശനിലൂടെ മനസ്സിലാക്കുന്ന ശ്രീകാന്ത് അവളെ അപായപ്പെടുത്താൻ വേണ്ടി കുറച്ച് ഗുണ്ടകളെയും ശ്രീകാന്തുമായിട്ട് ഡൽഹിയിലെത്തുകയാണ്. ആ സമയം വേദ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം വീഡിയോ കൂടി ശ്രീകാന്തിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവളെയും കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അയാൾ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. അവിടെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും കയറി അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ രജിസ്റ്ററിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊന്നും വേദ എന്ന് പറഞ്ഞൊരു പേരുമില്ല. വേദയെക്കുറിച്ച് ആർക്കും അറിയത്തുമില്ല. അങ്ങനെ എല്ലായിടത്തും വേദയുടെ ഫോട്ടോ കൊണ്ട് നടന്ന് കാണിക്കുകയാണ്. ആർക്കും അങ്ങനെ ഒരു കുട്ടി അറിയത്തില്ലായിരുന്നു. ആ സമയം തരുണിൻ്റെ അമ്മയ്ക്ക് എല്ലാ വിവരങ്ങളും വേദ പറഞ്ഞതനുസരിച്ച് തരുണിൻ്റെ അമ്മയാണ് വേദയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റൽ അതോറിറ്റിയും വേദയ്ക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെയാണ് നമ്മുടെ രാധികയ്ക്കും നല്ല ലേബർ പെയിൻ ഉണ്ടാവുകയാണ്. രാധികയ്ക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം അന്ന് മാളിൽ പോയ സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ആ കുട്ടിയുടെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് വെച്ച് ഓവറായിട്ടങ്ങ് ഭയങ്കര ആങ്സൈറ്റിയാണ്. കാരണം എന്തെങ്കിലും തനിക്ക് സംഭവിക്കുമോ, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുമായിട്ടൊരു കാരണവശാലും ഡൽഹിയിൽ താമസിക്കരുത്, സ്വസ്ഥതയും സമാധാനമുള്ള എവിടെയെങ്കിലും പോയി താമസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ തരുണും നല്ല ടെൻഷനാവുകയാണ്. അങ്ങനെ വേദയ്ക്കും അതേ ലേബർ പെയിൻ വരികയാണ്. അങ്ങനെ വേദയും രാധികയൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് തന്നെ വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. അതേസമയം തന്നെയാണ് നമ്മുടെ രാധികയും റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. രാധികയ്ക്ക് ഡെലിവറി ഡേറ്റ് ആയിട്ടില്ലായിരുന്നു. നല്ല ഓവറായിട്ടുള്ള ടെൻഷനും ഒക്കെ കാരണം പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ലേബർ പെയിൻ ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ രാധികയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. പക്ഷേ പ്രസവത്തോടുകൂടി രാധികയുടെ കുഞ്ഞിനെ മാത്രമേ കിട്ടുന്നുള്ളൂ. രാധിക മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ കമലമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കമലയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം വിക്രത്തിനെ ജയിലിൽ പോയി കണ്ടതിന് ശേഷം കമലയ്ക്ക് നല്ല ശ്വാസം മുട്ടും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിസിൻ ഒന്നും സമയത്ത് കഴിക്കത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല. എപ്പോഴും വിക്രത്തിനെയും വേദയും കുറിച്ചുള്ള ഓരോ ചിന്തകളായിരുന്നു. അങ്ങനെ കമലയും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം വിഷുവും വിനായകനും ശ്രീജയും നന്ദിനിയും എല്ലാം ഹോസ്പിറ്റലിലുണ്ട്. വിഷുവും വിനായകനും ഒക്കെ ചേർന്ന് മാഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് കുറച്ച് സീരിയസ് ആണ്, എല്ലാവരെയും അറിയിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ സമയം വിക്രത്തിന് ജയിലിലും അതുപോലെ തന്നെ ചില അപകടങ്ങൾ ഉണ്ടാവുകയാണ്. വിക്രത്തിനെ ജയിലിൽ കൊല്ലാനായിട്ട് ശ്രീകാന്ത് അവിടെയും ചില ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ വിക്രത്തിനെ രക്ഷപ്പെടുത്തുന്നത് ജയിലറായ ആൻഡ്രൂസാണ്. അങ്ങനെ പല അപകടങ്ങളിൽ നിന്നും വിക്രത്തിനെ സംരക്ഷിക്കാൻ ആൻഡ്രൂസിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സെല്ലിൽ കിടക്കുന്ന രാഘവേട്ടൻ്റെ അടുത്തും പറയുന്നുണ്ട് വിക്രത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട് ജയിലിനകത്തും പുറത്തുമായിട്ട്. അതുകൊണ്ട് തന്നെ അകത്തും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ എപ്പോഴും രാഘവേട്ടൻ വിക്രത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് രാഘവേട്ടനെ പറഞ്ഞ് ആൻഡ്രൂസ് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ഡെലിവറിയോടുകൂടി രാധിക മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കുഞ്ഞിനെ മാത്രമാണ് തരുണിൻ്റെ കയ്യിൽ കിട്ടുന്നത്. തരുൺ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അത്രത്തോളം രാധികയ്ക്ക് നല്ല ടെൻഷനും പേടിയുമായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. അപ്പോൾ രണ്ടുപേരും കിടന്ന് ഭയങ്കരമായിട്ടൊക്കെ നിലവിളിക്കാണ്. തരുണിൻ്റെ അമ്മയും കൂടി കിടന്ന്. കാരണം രാധിക മരിച്ചു പോകുന്നവരൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം നല്ല ടെൻഷൻ ആ കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ പ്രസവത്തോടുകൂടി സ്വന്തം കുഞ്ഞിനെ മാത്രമാണ് തരുണിന് കൈ കിട്ടുന്നത്. അതിനുശേഷം രാധികയെ ആംബുലൻസിൽ കൊണ്ടുവരികയാണ്. ആ സമയം തന്നെയാണ് വേദയും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതിനുശേഷം നമ്മുടെ തരുണിൻ്റെ അമ്മ പറയുന്നുണ്ട് മോളിനി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ഈ സമയത്ത് ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളുണ്ടാവും. മോളുടെ സഹോദരനും അവർ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളും ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. മോളും ഈ ഒരു സമയത്ത് ഈ കൈക്കുഞ്ഞുമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫല്ല. ഞാൻ തരുണിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവൻ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾ എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല. രാധിക മോളുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മോൾക്ക് സമ്മതമാണെങ്കിൽ മോൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. അതിനുശേഷം വിക്രത്തിനെ ജയിലിലിറക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തരുണിനോട് സംസാരിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ സേതുലക്ഷ്മിയമ്മ എല്ലാ കാര്യങ്ങളും തരുണിനോട് പറയുകയാണ്. അതൊക്കെ കേൾക്കുന്ന തരുണിന് വേദയോട് ഒരു സിമ്പതി തോന്നുന്നുണ്ട്. അതിനുശേഷം വേദയും തരുണുമായിട്ട് സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നു ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണ് വേദയെന്നും വേദ അഡ്വക്കേറ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അതിനുശേഷം വേദയെ സഹായിക്കാമെന്ന് തരുൺ വേദയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വേദയും
കുഞ്ഞും തരുണും ഫാമിലിയായിട്ട് നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസത്തിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.